ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂസ് മാസ്റ്റർ ബൈ ആർദ്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ടൊരു ക്യൂസ് വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം ചെയ്ത ബോണസ് ക്വസ്റ്റ്യൻ വിജയികളായിരുന്നു നോക്കാം. ആദ്യം കമൻറ്റ് ചെയ്തത് തങ്കപ്പൻ CR, അനി അനു, ദേവനന്ദ്, ദിനേശ് എന്നീ അക്കൗണ്ടുകളാണ്. കൺഗ്രാജുലേഷൻസ്. ഇന്നും നമ്മൾ ബോണസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം MP ഭട്ടതിരിപ്പാട്. MP ഭട്ടതിരിപ്പാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പ്രേംജി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? ഉത്തരം പാട്ടബാക്കി. പാട്ടബാക്കിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം K ദാമോദരൻ. കഥാബീജം എന്ന നാടകം എഴുതിയ പ്രശസ്ത നോവലിസ്റ്റ് ആരാണ്? ഉത്തരം ബഷീർ. ബഷീറാണ് കഥാബീജം എന്ന നാടകം രചിച്ചത്. വാസനാവികൃതി പ്രസിദ്ധീകരിച്ച മാസികയുടെ പേരെന്താണ്? ഉത്തരം വിദ്യാ വിനോദിനി. കുറ്റിപ്പെൻസിൽ എഴുതിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നീലംപേരൂർ. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ. ജനിച്ചത് 1909 മാർച്ച് 1. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥലോകം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വാക്കുകളാണിത്? ഉത്തരം അക്കിത്തൻ അച്യുതൻ നമ്പൂതിരി. ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചതാര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്താണ്? ഉത്തരം സനാതന ധർമ്മം. ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം.
ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മാക്സിം ഗോർക്കി. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ ആരുടെയാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻപറമ്പ്. മാധവിക്കുട്ടിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം കമല സുരയ്യ. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു എഴുതിയ ജർമ്മൻ ഭാഷാ പണ്ഡിതൻ ആരാണ്? ഉത്തരം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഉത്തരം അറിയാവുന്നവർ വേഗം കമൻറ്റ് ചെയ്യുക.